ഇറ്റ്സ് മീ അഗെയിൻ. വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ ഓൾറെഡി കഴിഞ്ഞതാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാലോ, അപ്പം നിങ്ങൾക്ക് കുറേ കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഒരു ക്ലാസ് കൂടെ ആഡ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് അറ്റൻറ്റീവായിട്ട് ഇരിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് നന്നായിട്ട് കേൾക്കുക. എന്നിട്ട് സിമിലർ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും മറ്റുമൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം. സോ ഹിയർ വി ഹാവ് 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 2 ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാം. 2 നമ്മൾ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്, മലയാളത്തിൽ നമ്മൾ പറയാം. അതുപോലെ 2 ഇവിടെ എഴുതിയിട്ട് നമുക്ക് സ്ഥലം കുറെ വേസ്റ്റ് ആവും, അതുകൊണ്ടാണ്. All of you please listen. First question ലേക്ക് നമുക്ക് നോക്കാം. 230 gram of sodium is given. Sub-question A, find out the number of moles of atoms, and sub-question B, find out the number of atoms. Okay, questions clear ആണോ മക്കളെ? 230 gram സോഡിയം തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആറ്റത്തിന്റെ മോൾ എണ്ണം കാണണം. രണ്ടാമതായിട്ട് നമ്മൾ ആറ്റങ്ങളുടെ എണ്ണം കാണണം. ഇവിടെ കുറച്ച് ആൾക്കാർക്കൊക്കെ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്താ കൺഫ്യൂഷൻസ്? അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കി നോക്കാം. 230 gram ഓഫ് സോഡിയം ഈസ് ഗിവൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് നമ്മളൊന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തുകൂടാ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചുകൂടാ. ഓക്കെ, സിസ്റ്റമാറ്റിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ മക്കളെ? സോ 230 gram ഓഫ് സോഡിയം ഈസ് ഗിവൺ. അപ്പൊ 230 gram എന്നുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നു, അതാണ് തന്നിട്ടുള്ളത്. ഇനി ആദ്യം നമ്മൾ കാണേണ്ടത് സബ്ക്വസ്റ്റ്യൻ എയിൽ നമ്മൾ കാണേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ആണ്. ആറ്റംസിന്റെ നമ്പർ ഓഫ് മോൾസ് കാണണം. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് കാണാൻ ഒരൊറ്റ ഇക്വേഷൻ അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എന്താ ഇക്വേഷൻ മക്കളെ? മോൾ എണ്ണം കാണാൻ വേണ്ടിയിട്ട് ഒറ്റ ഇക്വേഷൻ അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. തന്നിരിക്കുന്ന STPയിലെ വ്യാപ്തം ബൈ 22.4 ലിറ്റർ അല്ലേ? എടാ, ആ ഇക്വേഷൻ വെച്ചിട്ട് മോൾ എണ്ണം കാണണമെന്നുണ്ടെങ്കിൽ, ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്പർ ഓഫ് മോൾസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തരണം? STPയിലുള്ള വോളിയം തരണ്ടേ? ഇവിടെ STPയിലുള്ള വോളിയം തന്നിട്ടുണ്ടോ? ഇവിടെ 230 gram എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, 230 gram എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ മാസ തന്നിട്ടുള്ളത് വോളിയം അല്ല, മാസ തന്നിട്ടുള്ളത് വ്യാപ്തല്ല. സാർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇണ്ടോടാ? I will repeat once again, all of you please listen. We have 230 gram of sodium here. 230 gram സോഡിയം തന്നിട്ടുണ്ട്. ആൻഡ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ്. ആറ്റങ്ങളുടെ മോൾ എണ്ണമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. മോൾ എണ്ണം കാണാൻ, നമ്പർ ഓഫ് മോൾസ് കാണാൻ ഒരൊറ്റ ഇക്വേഷനെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. തന്നിരിക്കുന്ന STPയിലെ വ്യാപ്തം ബൈ 22.4 ലിറ്റർ. ഗിവൺ വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. റെഡി അല്ലേ? എടാ, ആ ഇക്വേഷൻ വെച്ചിട്ട് മോൾ എണ്ണം കാണണമെങ്കിൽ, നമ്പർ ഓഫ് മോൾസ് കാണണമെങ്കിൽ നമുക്ക് എന്ത് തരണം? വോളിയം തരണം, വ്യാപ്തം തരണം. ലിറ്ററിലാണ് ഇവിടെ തന്നിട്ടുണ്ടാവേണ്ടത്. ഇവിടെ ഗ്രാമിലാ തന്നത്, ഇവിടെ മാസാ തന്നത്, വ്യാപ്തല്ല, വോളിയം അല്ല. സോ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് മോൾ എണ്ണം സമം തന്നിരിക്കുന്ന STPയിലെ വ്യാപ്തം ബൈ 22.4 ലിറ്റർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓക്കെ അല്ലേ? പിന്നെന്താ മാർഗം? പിന്നെന്താ മക്കളെ മാർഗം? ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ. ഓക്കെ, ആറ്റങ്ങളുടെ കേസിൽ മോൾ എണ്ണം എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ഇൻ ദി കേസ് ഓഫ് ആറ്റംസ് നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു, നമ്മൾ എന്തൊരു റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9 ഇക്വേഷൻസ് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഒന്ന് ഒരുമിച്ചിട്ട് എഴുതിയിട്ടില്ലായിരുന്നു? അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ആ ഇക്വേഷൻസ് മാത്രം പോരാ, എന്തും കൂടെ വേണം. നമ്മളാ പറഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടെ കയ്യിൽ വേണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? മോള് ആറ്റംസിന്റെ കേസിൽ GAM ഈക്വൽ ആണ്, മോളിക്യൂൾസിന്റെ കേസിൽ GMM ഈക്വൽ ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മളൊരു റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൂടെ വേണ്ടേ? സോ ലിസൺ, ആറ്റംസിന്റെ കേസിൽ മോള് GAM ഈക്വൽ ആണ്, നമുക്ക് അറിഞ്ഞൂടെ? ഓക്കെ ആണോ? In the case of atoms, mole is equal to
GAM. റെഡി? അപ്പൊ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് മക്കളെ? ആറ്റംസിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആറ്റംസിന്റെ കേസിൽ നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് GAM ന് ഈക്വൽ ആണ്. സോ നമ്മൾ എന്ത് കാണുക? നമ്പർ ഓഫ് GAM കണ്ടാൽ മതി. എന്ത് കണ്ടാൽ മതി? നമ്പർ ഓഫ് GAM കണ്ടാൽ മതി. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഞാനത് പറഞ്ഞു വരുമ്പോൾ ക്ലിയർ ആയിക്കോളും. സോ നമ്മൾ ഇവിടെ എന്ത് കാണുക? നമ്പർ ഓഫ് GAM കാണുക. എന്ത് കാണുക? നമ്പർ ഓഫ് GAM കാണുക. സോ നമ്പർ ഓഫ് GAM കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? നമ്പർ ഓഫ് GAM is equal to given mass എത്രയാവണം? ഗ്രാമിലാവണം, ഡിവൈഡഡ് ബൈ GAM. given mass divided by GAM. and the given mass എത്രയാ മക്കളെ? മാസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇറ്റ് ഈസ് 230 gram. ഇറ്റ് ഈസ് 230 gram. റെഡിയാണോ? ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്ഥലം ഉണ്ടായിരിക്കും കേട്ടോ. ശരിക്കും ഇതിന്റെ അടിയിൽ ഇങ്ങനെ എഴുതി വരണം, അതാണ് ഭംഗി. പിന്നെ നമ്മൾ ഭംഗി കിട്ടിയ കാര്യമില്ല, നമുക്ക് സ്ഥലമില്ലാതെ മതി. ഓക്കെ, സോ ഇസ് ഈക്വൽ ടു 230 gram ഡിവൈഡഡ് ബൈ GAM എത്രയാണ്? സോഡിയാണ് എന്ത്? നമ്മുടെ സബ്സ്റ്റൻസ് അല്ലേ? സോഡിയത്തിന്റെ GAM എത്രയാണ്? നമ്മൾ ആ ടേബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അല്ലേ? സോഡിയത്തിന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? GAM എത്രയാണ്? സോഡിയത്തിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് 23 ആണ്. സോ ഗ്രാം അറ്റോമിക് മാസ് 23 ഗ്രാം, 23 ഗ്രാം എന്നാണ് വരിക. സംഗതി മനസ്സിലായിട്ടോ? സോഡിയത്തിന്റെ ആപേക്ഷിക അറ്റോമിക മാസ് 23 നമ്മൾ പഠിച്ചതാ മക്കളെ. ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു പട്ടികയിൽ നമ്മൾ ഇത് കണ്ടതാണ്. സോ ആപേക്ഷിക അറ്റോമിക് മാസ് 23 ആയതുകൊണ്ട് ഗ്രാം അറ്റോമിക് മാസ് എത്രയായിരിക്കും? GAM എത്രയായിരിക്കും? 23 ആയിരിക്കും. സോ ഇതെങ്ങനെയായിട്ട് മാറി? 230 ഗ്രാം ഡിവൈഡഡ് ബൈ 23 ഗ്രാം ആയിട്ട് മാറി. ഓക്കെ, 230 ഗ്രാം ബൈ 23 ഗ്രാം ആയിട്ട് മാറി. ഗ്രാം വെട്ടിപ്പോയ മക്കളെ. ബാക്കി എന്താ ഉണ്ടായിരിക്കുക? 230 ബൈ 23. ആൻസർ എത്രയാണ് വരിക? 10 അല്ലേ മക്കളെ വരിക? സോ നമ്പർ ഓഫ് GAM എത്ര കിട്ടി? 10 കിട്ടി. ഓക്കെ, സോ നമ്പർ ഓഫ് GAM എത്രയാ മക്കളെ? 10. സോ 10 GAM എന്ന് നമ്മൾ ആൻസർ എഴുതി. ഓക്കെ, ഇനി നോക്കിയടാ, ഇനി നോക്കിയേ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 1 മോൾ എന്ന് പറയുന്നത് 1 GAM അല്ലേ? നമ്മളത് പഠിച്ചത് 1 mole is equal to 1 GAM. Am I right? 1 mole is equal to 1 GAM. അല്ലെങ്കിൽ 1 GAM is equal to 1 mole. അത് നമ്മൾ പഠിച്ചല്ലേ? സോ 10 GAM എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും മക്കളെ? എന്തിന് ഈക്വൽ ആയിരിക്കും? 10 മോളിന് ഈക്വൽ ആയിരിക്കും. സോ എന്താ മക്കളെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് എന്ന് കിട്ടിയില്ലേ? എത്രയാ മക്കളെ? 10 മോൾ. ഓക്കെ, 10 മോൾ എന്താണ്? 10 മോൾ എന്ത് ആറ്റംസ് ആണ്? സോഡിയം ആണ്. സോ സോഡിയം ആറ്റംസ് നമുക്ക് എഴുതാം. 10 മോൾ സോഡിയം ആറ്റംസ് എന്ന് നമുക്ക് എഴുതാം. സംഗതി ചെയ്തത് മനസ്സിലായോ? ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗൈൻ. ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ ഹിയർ. വി ഹാവ് 230 gram of sodium here. ഓക്കെ, 230 gram സോഡിയം തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ആണ് ചോദിച്ചത്. ആറ്റങ്ങളുടെ മോൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെഡി അല്ലേ? നമ്മൾ എന്ത് മനസ്സിലാക്കി? മോൾ എണ്ണം കാണാൻ നമുക്ക് ആകെ അറിയാവുന്ന ഇക്വേഷൻ വെച്ചിട്ട് ഇത് ചെയ്യാൻ കഴിയൂല. കാരണം വ്യാപ്തം തന്നു കഴിഞ്ഞാലേ, വോളിയം തന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് വോളിയം തന്നില്ല, വ്യാപ്തം തന്നില്ല, അപ്പൊ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയൂല? മോൾ എണ്ണം കണ്ടുപിടിക്കാൻ കഴിയൂല. നമ്മളത് മനസ്സിലാക്കി, അത് വിട്ടു. പിന്നെ നമ്മൾ വേറൊരു മാർഗം ആലോചിക്കുകയാണ്. എന്താണ് മാർഗം മക്കളെ? എന്താ മാർഗം? നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. എന്താ കാര്യം? എന്താണ്? 1 മോൾ എന്ന് പറയുന്നത് ആറ്റത്തിന്റെ കേസിൽ 1 GAM ആണ്. റെഡി അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് GAM ന് ഈക്വൽ ആണ്. റെഡി? ഇവിടെ ആറ്റത്തിന്റെ നമ്പർ ഓഫ് മോൾ അല്ലേ ചോദിച്ചത്? അപ്പൊ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് GAM ന് ഈക്വൽ ആയിരിക്കും. സോ നമ്മൾ നമ്പർ ഓഫ് GAM കാണുന്നു, നമുക്ക് 10 ആൻസർ കിട്ടുന്നു. റെഡി? സോ നമ്പർ ഓഫ് GAM is 10. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് മോൾ ഓഫ് ആറ്റംസ് അതും എന്തായിരിക്കും മക്കളെ? 10 ആയിരിക്കും എന്ന് പറയാം. എടാ, GAMകളുടെ എണ്ണം 10. അതുകൊണ്ട് ആറ്റത്തിന്റെ മോൾ എണ്ണം എന്താവും പറയാം? 10 ആവും പറയാം. സംഗതി മനസ്സിലായിട്ടുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയാം, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളെ കൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ശ്രദ്ധിച്ചോളുക. 1 മോൾ എന്ന് പറഞ്ഞാൽ 1 GAM അല്ലേ? ആറ്റങ്ങളുടെ കാര്യത്തിൽ 1 മോൾ എന്ന് പറഞ്ഞാൽ 1 GAM അല്ലേ? അല്ലേടാ? അപ്പൊ ആറ്റത്തിന്റെ കാര്യത്തിൽ നമ്പർ ഓഫ് മോൾ is equal to number of GAM. Ready? In the case of atoms, number of moles is equal to number of GAM. Am I right? നേരെ തിരിച്ചും പറയാം. Number of GAM is equal to number of mole. ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മൾ എന്ത് കാണുന്നു? നമ്പർ ഓഫ് GAM കാണുന്നു. നമ്മളോട് ചോദിച്ച നമ്പർ ഓഫ് മോൾസ് ആണ് ആറ്റംസിന്റെ കേസിൽ. റെഡി? സോ നമ്പർ ഓഫ് GAM കാണുന്നു. നമ്പർ ഓഫ് GAM എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് മോൾസിന് ഈക്വൽ ആയിരിക്കും. സോ നമ്പർ ഓഫ് GAM 10 ആയതുകൊണ്ട് നമ്പർ ഓഫ് മോൾ എന്തായിരിക്കും മക്കളെ? 10 ആയിരിക്കും. സോ 10 മോൾ എന്ന് നമുക്ക് എന്ത് കിട്ടുന്നു മക്കളെ? ആൻസർ കിട്ടുന്നു. ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സോഡിയം ആറ്റംസ് എഴുതിയിട്ടുള്ളത്. വേറെ പ്രയാസമൊന്നുമില്ല മക്കളെ.
വേറെ പ്രയാസമൊന്നുമില്ല. ഇപ്പൊ അത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആൻസർ 3 മതി കേട്ടോ. 10 മോൾ എന്ന് മാത്രം മതി. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് മേ ബി 10 കേട്ടോ. 10 ഓക്കെ, അവിടെ കിടക്കട്ടെ. 10 അവിടെ കിടക്കട്ടെ. പ്രയാസമൊന്നുമില്ല മക്കളെ, ബുദ്ധിമുട്ടൊന്നുമില്ല. ദെൻ നമുക്ക് സബ് ക്വസ്റ്റ്യൻ ബിയിലേക്ക് മൂവ് ചെയ്യാം. സബ് ക്വസ്റ്റ്യൻ ബിയിലേക്ക് മൂവ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ സബ് ക്വസ്റ്റ്യൻ ബി ആൻസർ ചെയ്യാം? ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് ആറ്റംസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ വേണ്ടിയിട്ട് 2 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെ 2 ഇക്വേഷൻസ്? ആറ്റങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടി 2 ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാ മക്കളെ? ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് GAM ഇൻടു NA. റെഡി അല്ലേ? റെഡി അല്ലേടാ? GAMകളുടെ എണ്ണം ഇൻടു NA. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻടു അറ്റോമിസിറ്റി. തന്മാത്രകളുടെ എണ്ണം ഇൻടു അറ്റോമിക്. അതിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. കാരണം എന്താ? നമ്പർ ഓഫ് GAM ഇപ്പൊ നമ്മളെ കയ്യിലില്ലേ, അപ്പൊ അതിനകത്ത് പെട്ടെന്ന് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുകൂടെയാണ്. ക്ലിയർ അല്ലേ? സോ നമ്പർ ഓഫ് GAM ഇൻടു NA എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്പർ ഓഫ് GAM എത്രയാണ് മക്കളെ? നമ്പർ ഓഫ് GAM is 10. NA എന്ന് പറഞ്ഞാൽ എന്താണ്? 6.022 into 10⁻23. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേടാ? ഇത് ഇങ്ങനെ മറ്റേ കിട്ടാൻ പോലെ ഇത് ചെയ്യേണ്ടതല്ലേ സാർ പറഞ്ഞിട്ടുള്ളത്. ഇതുമായിട്ട് 6.022 into 10⁻23 ആയിട്ട് വരുന്ന ഒരു കാൽക്കുലേഷൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് കിട്ടിയേച്ചാൽ മതി. സോ ഇത്രയും എന്ത് ആറ്റംസ് ആയിരിക്കും മക്കളെ? സോഡിയം ഇവിടെ സബ്സ്റ്റൻസ്. സോ ഇത്രയും എന്ത് ആറ്റംസ് ആയിരിക്കും? സോഡിയം ആറ്റംസ് ആയിരിക്കും. ഇത്രയും എന്തായിരിക്കും? സോഡിയം ആറ്റംസ് ആയിരിക്കും. സോ 2 ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ എഴുതി. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് GAM ഈക്വൽ ആണെന്നുള്ളത് കൊണ്ട് ആൻസർ നമുക്ക് എന്ത് കിട്ടി? 10 മോൾ എന്ന് കിട്ടി. അതുപോലെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് GAM ഇൻടു NA ആയതുകൊണ്ട് 10 into 6.022 into 10⁻23 എന്ന് കിട്ടി. പ്രയാസമൊന്നുമില്ലാതെ, ബുദ്ധിമുട്ടൊന്നുമില്ലാതെ. Is that clear for you? Is that clear for you? Okay, all right. Now നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് ക്ലിയർ ആയിക്കോളും കേട്ടോ. റെഡി? നൗ ലിസൺ. ഇവിടെ നോക്കിയാൽ 88 gram of CO2 is given എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 88 gram of CO2 is given. ഓക്കേ, 88 gram കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ്. ആദ്യം നമ്മൾ എന്താ കാണേണ്ടത്? നമ്പർ ഓഫ് മോൾസ്. ഓക്കേ, ദെൻ നമ്മൾ എന്താ കാണേണ്ടത്? നമ്പർ ഓഫ് മോളിക്യൂൾസ്. ദെൻ നമ്മൾ എന്താ കാണേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കേ, സോ we have 3 sub questions here. First we have to find out the number of moles, then we have to find out the number of molecules, at last number of atoms നമ്മൾ എന്ത് ചെയ്യണം? കാണണം. റെഡി അല്ലേ? റെഡി അല്ലേ മക്കളെ? നമുക്ക് ആദ്യം സബ് ക്വസ്റ്റ്യൻ എയിലേക്ക് പോവാം. സബ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? given volume at STP divided by 22.4 ലിറ്റർ. STP യിൽ തന്നിരിക്കുന്ന വ്യാപ്തം ബൈ 22.4 ലിറ്റർ. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വ്യാപ്തം വേണ്ടേ, വോളിയം വേണ്ടേ? ഇവിടെ വ്യാപ്താണോ വോളിയാണോ തന്നത്? അല്ല, ഇവിടെ മാസാ തന്നത്. ഗ്രാമിലല്ലേ തന്നിട്ടുള്ളത്. സോ മാസാ തന്നിട്ടുള്ളത്. റെഡി മക്കളെ? ഇവിടെ നോക്കുക, വ്യാപ്തം അല്ലെങ്കിൽ വോളിയം ഇത് മില്ലി ലിറ്ററിൽ അല്ലെങ്കിൽ ലിറ്ററിലൊക്കെയാണ് തരിക. ഗ്രാമിലൊക്കെ തരുന്നത് മാസ. ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. റെഡി അല്ലേ? സോ ഇവിടെ നോക്കിക്കൊള്ളുക, 88 gram CO2 തന്നിട്ട് നമ്മളോട് നമ്പർ ഓഫ് മോൾസ് ആണ് കാണാൻ വേണ്ടി പറയുന്നത്. മോൾ എണ്ണാണ് കാണാൻ വേണ്ടി പറയുന്നത്. മോൾ എണ്ണം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. അത് യൂസ് ചെയ്തിട്ട് മോൾ എണ്ണം കാണണമെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് മോൾസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യാപ്തം തരണം. ഞാൻ വീണ്ടും പറയാണ്, ഇവിടെ വ്യാപ്തമല്ല തന്നിട്ടുള്ളത്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? മാസ തന്നിട്ടുള്ളത്. വോളിയം അല്ല, മാസ തന്നിട്ടുള്ളത്. റെഡി? സോ നമ്മൾ പഠിച്ച ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെയും എന്ത് ചെയ്യാൻ കഴിയില്ല? നമ്പർ ഓഫ് മോൾസ് മോൾ എണ്ണം കാണാൻ വേണ്ടി കഴിയില്ല. സോ നിങ്ങൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആലോചിക്കുക. ഓക്കെ, വേറെ മാർഗം ആലോചിച്ച് നോക്കുക. എന്താ മാർഗം? എന്താ മാർഗം മക്കളെ? ശ്രദ്ധിച്ചൂടെ? CO2 എന്ന് പറയുന്നത് മോളിക്യൂൾ അല്ലേ? CO2 പറഞ്ഞാൽ തന്മാത്ര അല്ലേ? സോ തന്മാത്രയുടെ എന്താ? തന്മാത്രയുടെ കേസിലാണ് ഇവിടെ എന്ത് കാണാൻ പറഞ്ഞത്? നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി പറഞ്ഞത്. റെഡി അല്ലേ? മോളിക്യൂൾസിന്റെ കേസിലാണ് മക്കളെ നമ്പർ ഓഫ് മോൾസ് കാണാൻ പറഞ്ഞത്. ഇൻ ദി കേസ് ഓഫ് മോളിക്യൂൾസ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാ? നമ്പർ ഓഫ് GMM ഈക്വൽ അല്ലേ? അല്ലേ? all of you please listen here. എടാ, നമ്മൾ മുമ്പ് പഠിച്ചൊരു പോയിന്റ് ഇല്ല. എന്താ പോയിന്റ്? എന്താ പോയിന്റ്? ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഒരു GMM ആണ്. ഇപ്പോൾ തന്മാത്രകളുടെ കാര്യത്തിൽ റെഡി അല്ലേ? സോ തന്മാത്രകളുടെ കാര്യത്തിൽ മോൾ എണ്ണം എന്തിന് തുല്യാണ്? GMMകളുടെ എണ്ണത്തിന് തുല്യാണ്. ഇൻ ദി കേസ് ഓഫ് മോളിക്യൂൾസ്, വൺ മോൾ number of moles is equal to number of GMM. Am I right? Am I right? Okay, so
സോ മോളിക്യൂൾസിന്റെ കേസിൽ നമ്പർ ഓഫ് മോൾസ് നമ്പർ ഓഫ് GMM-ന് ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം. നേരെ തിരിച്ചും പറയാം, മോളിക്യൂൾസിന്റെ കേസിൽ നമ്പർ ഓഫ് GMM നമ്പർ ഓഫ് മോൾസിന് ഈക്വൽ ആണ്. റെഡി അല്ലേ? സോ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് കണ്ടാൽ മതി? ഇവിടെ നമ്പർ ഓഫ് GMM കണ്ടാൽ മതി. അത് എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് മോൾസിന് ഈക്വൽ ആണ്. കാരണം മോളിക്യൂൾ ആണ്. ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗൈൻ, ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ ഹിയർ. ഇവിടെ മാസ തന്നിട്ടുള്ളത്, നമ്പർ ഓഫ് മോൾസ് ആ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അറിയാവുന്ന നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെ ചെയ്യാൻ കഴിയൂല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആലോചിക്കുന്നു. എന്താ മെത്തേഡ്? മോളിക്യൂളിന്റെ കേസിൽ നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് GMM-ന് ഈക്വൽ ആണ്. തന്മാത്രയുടെ കേസിൽ മോൾ എണ്ണം എന്ന് പറയുന്നത് GMM-കളുടെ എണ്ണത്തിന് തുല്യമാണ്. സോ നമ്മൾ GMM-കളുടെ എണ്ണം കാണുക. ഓക്കെ, അത് എന്തിന് തുല്യമായിക്കോളും? ഇവിടെ മോളിന് എന്തായിക്കോളും? തുല്യമായിക്കോളും. സോ നമ്പർ ഓഫ് GMM കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? നമ്പർ ഓഫ് GMM is equal to number of GMM is equal to given mass should be in gram, ready, divided by GMM. Okay, so we have to find out the GMM. Okay, GMM കാണണം. ഏതാ സബ്സ്റ്റൻസ്? CO2 അല്ലേ മക്കളെ? CO2 ന്റെ GMM എത്രയാണ്? അത് ശരിക്കും നമ്മൾ സൈഡിൽ തന്നെ വൃത്തിയായിട്ട് കാണിക്കണം. ഞാൻ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പോട്ടെ, ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ ചെറുതായിട്ട് കാണിക്കും. ഓക്കെ, CO2 കാർബൺ എത്രയാണ് മക്കളെ? ഒറ്റ കാർബൺ അല്ലേ ഉള്ളൂ. സോ 1 × 12 ഇങ്ങനെ നമുക്ക് കിട്ടുക. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് പ്രോബ്ലം കേട്ടോ. ഓക്സിജൻ എത്രയാണ് മക്കളെ? 2. So 2 × 16 32. Okay, therefore molecular mass of CO2 അല്ലേ? CO2 ന്റെ molecular mass എത്ര വരെ? രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 44 എന്ന് കിട്ടും. Therefore GMM എത്ര കിട്ടും മക്കളെ? GMM എന്ന് പറയുന്നത് molecular mass-നെ ഗ്രാമിലേക്ക് മാറ്റിയതല്ലേ? 44 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോബ്ലം ആണ്. മോളിക്കുലാർ മാസ് കാണുന്ന അവിടെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെക്കൊണ്ട് നമ്മളത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഹോപ്പ് യു ഗോട്ട് ദി പോയിന്റ്. ഓക്കെ, കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് 44 ആണ്. വി ഗെറ്റ് ദാറ്റ് ആൻസർ ത്രൂ കാൽക്കുലേഷൻസ്. ഓക്കെ, ആൻഡ് സിൻസ് ദി മോളിക്കുലാർ മാസ് ഈസ് 44 ഗ്രാം, മോളിക്കുലാർ മാസ് ഈസ് 44 ഗ്രാം കേട്ടോ. മോളിക്കുലാർ മാസ് 44 ആയതുകൊണ്ട് ഗ്രാം മോളിക്കുലാർ മാസ് എന്തായിരിക്കും മക്കളെ? 44 ഗ്രാം ആയിരിക്കും. സോ നമ്മൾ പറഞ്ഞുതരാം, ഗിവൺ മാസ് പറഞ്ഞേ. ഗിവൺ മാസ് എത്രയാണ്? ഗിവൺ മാസ് എത്രയാണ്? 88 ഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ GMM എത്രയാണ് മക്കളെ? പറഞ്ഞേ. GMM നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 44 ഗ്രാം കേട്ടോ. ഈ സ്റ്റെപ്പ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണിക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യനിലെ ഈ സ്റ്റെപ്പ് കാണിക്കണം സൈഡിൽ കേട്ടോ, നല്ല വൃത്തിക്ക് കാണിക്കണം. ഓക്കെ, ദെൻ ഗ്രാം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ക്യാൻസൽ ചെയ്ത് പോകുന്നു. 88/44 88/44 ആൻസർ എത്രയാണ് മക്കളെ വരിക? 2. സോ 2 മോൾ. ഓക്കെ, 2 മോൾ എന്ന് ആൻസർ കിട്ടി. ഓക്കെ അല്ലേടാ? സോറി, 2 നമ്മൾ എന്താ കാണുന്നത്? നമ്പർ ഓഫ് GMM അല്ലേ കാണുന്നത്. സോ 2 GMM എന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. 2 GMM എന്ന് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഓക്കെ അല്ലേടാ? ഇനി നമുക്ക് എന്തറിയാം? നമ്പർ ഓഫ് GMM എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് മോൾസിന് ഈക്വൽ അല്ലേ? നമ്പർ ഓഫ് GMM is equal to number of moles. Am I right? So എത്ര മോൾ ആയിരിക്കും മക്കളെ ഇവിടെ? 2 മോൾ ആയിരിക്കും. 2 എന്തായിരിക്കും? മോൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് GMM നമ്പർ ഓഫ് മോൾസിന് ഈക്വൽ ആണ്. സോ നമ്പർ ഓഫ് GMM 2 ആയതുകൊണ്ട് നമ്പർ ഓഫ് മോൾ എന്തായിരിക്കും മക്കളെ? 2 ആയിരിക്കും. ഹോപ്പ് യു ഗോട്ട് ദി പോയിന്റ്. ഓക്കെ, എക്സാമിന് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇതിന്റെ ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും എന്ത് ചെയ്യാം? ഒരു സ്റ്റെപ്പ് ആയിട്ട് വേണമെങ്കിൽ ആ കാര്യം എഴുതി കൊടുക്കാം കേട്ടോ. എന്ത് എഴുതി കൊടുക്കാം? നമ്പർ ഓഫ് GMM is equal to number of moles. Okay, so number of moles is 2 mole എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, എഴുതി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എഴുതിയാൽ തന്നെ കംപ്ലീറ്റ് മാർക്കും കിട്ടും. ആൻസർ ഒന്ന് നന്നാക്കണം എന്നുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത് എന്നുള്ളത് കൂടെ എന്ത് ചെയ്തുകൂടാ? ഒന്ന് കാണിച്ചോളൂ. ഓക്കെ, number of GMM is equal to number of moles in the case of molecules. Okay, so we write 2 GMM is equal to 2 mole. That's all. Okay അല്ലേ മക്കളെ? Then we move to the next sub question B. Okay, find out the number of molecules. This is very easy. We have number of GMM here. Number of GMM നമുക്ക് കിട്ടിയിട്ടില്ലേ? So number of GMM and number of molecules കാണാനുള്ള ഇക്വേഷൻ എന്താ ഇക്വേഷൻ? number of molecules is equal to number of molecules is equal to come on everybody, come on number of molecules is equal to number of GMM into Na. Number of GMM into Na. Number of GMM എത്രയാ മക്കളെ? It is 2. Na എത്രയാണ്? 6.022 into 10 raised to 23. കേട്ടോ, അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആൻസർ ആയി. 2 into 6
6.022 into 10 raised to 23. എന്ത് മോളിക്യൂൾസ് ആണ് കൂടെ വേണമെങ്കിൽ ഒരു ഭംഗിക്ക് എന്ത് മോളിക്യൂൾസ് ആണ്? സബ്സ്റ്റൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ CO2 മോളിക്യൂൾസ് ആയിരിക്കും. ഓക്കേ, നേരെ സബ് ക്വസ്റ്റ്യൻ ബി ആൻസർ കിട്ടി. Now comes the sub question C. Find out the total number of atoms. Listen here. Atoms ന്റെ നമ്പർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. Come on. Atoms ന്റെ നമ്പർ കാണാൻ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ we have two equations. First equation എന്താണ്? Number of atoms is equal to number of GAM into Na. അല്ലേ? ആറ്റങ്ങളുടെ എണ്ണം സമം GAMകളുടെ എണ്ണം into Na. എടോ അത് വെച്ചിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? GAMകളുടെ എണ്ണം വേണ്ടേ? നമ്പർ ഓഫ് GAM വേണ്ടേ? നമുക്കിവിടെ നമ്പർ ഓഫ് GAM ഉണ്ടല്ലോ, നമുക്ക് നമ്പർ ഓഫ് GM ഉള്ളൂ, നമ്പർ ഓഫ് GAM ഇല്ല. സോ ആ ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ കഴിയൂല. സോ നിങ്ങൾ അടുത്ത ഇക്വേഷൻ ആദ്യം എന്താ ഇക്വേഷൻ? നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു come on പറഞ്ഞേടാ. നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു നമ്പർ ഓഫ് molecules into atomicity. Number of molecules into atomicity. Listen, we have number of molecules here. Number of molecules എത്രയാ മക്കളെ? എത്രയാടാ? അത് നമ്മൾ സപ്പോസ് ബി യിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. Number of molecules is 2 into 6.022 into 10 raised to 23. Number of molecules is 2 into 6.022 into 10 raised to 23. Ready അല്ലേടാ? Into atomicity. CO2 ന്റെ atomicity എത്രയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് atomicity എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മക്കളെ? നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. What do you mean by atomicity? Atomicity is the number of atoms in a molecule. ഒരു തന്മാത്രയിലുള്ള ആറ്റങ്ങളുടെ എണ്ണമാണ് atomicity. അറ്റോമികത. റെഡി അല്ലേടാ? അപ്പോൾ ഇവിടെ എത്ര ആറ്റംസ് ആണുള്ളത്? ഒരു കാർബൺ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. ടോട്ടൽ 3 ആറ്റംസ് അല്ലേ മക്കളെ ഉള്ളത്? 3 ആറ്റങ്ങളല്ലേ മക്കളെ ഉള്ളത്? സോ അറ്റോമികത 3 അല്ലെങ്കിൽ atomicity 3. ഓക്കേ, ഇതിങ്ങനെ കൂട്ടിക്കേണ്ടത് കേട്ടോ. ഇതിങ്ങനെ കൂട്ടിക്കേണ്ടത് കാരണം എന്താ? ഇവിടെ നിങ്ങൾക്ക് 2 ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി കൂടെ ഇതുമായിട്ട് 6.022 into 10 raised to 23 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണ്ട. അതുമായിട്ടൊന്നും ചെയ്യേണ്ടതല്ലേ സാർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇതൊന്നും ചെയ്യരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊന്നും ചെയ്തിട്ട് വൃത്തിയായിട്ട് ആൻസർ ചെയ്ത് കൂടെ. 2 into 3 എത്രയാ? 6. ഓക്കെ, സോ 6 into 6.022 into 10 raised to 23 atoms. ഓക്കെ, atoms. ഓക്കെ, ഇതാണ് മക്കളെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. പ്രയാസമൊന്നുമില്ലാലോ. അപ്പൊ നമ്മള് പുതിയതായിട്ട് പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് മനസ്സിലായില്ലേ മക്കളെ? മനസ്സിലായില്ലടാ? എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് യൂസ് ചെയ്യാന്നുള്ളത് മനസ്സിലായില്ലടാ? സോ ലിസൺ ഹിയർ 9 ഇക്വേഷൻസ് സാർ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ ഒരുമിച്ചിട്ട് എഴുതിയിട്ട് തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷൻസ് ഉണ്ടായതിനെ കൊണ്ട് മാത്രം കാര്യമില്ല, ഈ റിലേഷൻഷിപ്പ് കൂടെ എന്തെങ്കിലും ഓർത്ത് വെച്ചോളണം. ഏത് റിലേഷൻഷിപ്പാ? 1 mole is equal to 6.022 into 10 raised to 23 particle. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് GAM ആണ് ആറ്റംസിന്റെ കേസിൽ. നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് GM ആണ് മോളിക്യൂൾസിന്റെ കേസിൽ. ഓക്കെ, 1 മോൾ എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ് STP. കാര്യം മനസ്സിലുണ്ടാവണം മക്കളെ കേട്ടോ. എന്നാലേ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ രണ്ടിടത്തും നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ നമ്പർ ഓഫ് മോൾസ്, ഇവിടെ നമ്മളോട് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ആണ് ചോദിച്ചത്. ആറ്റത്തിന്റെ കേസിലെ നമ്പർ ഓഫ് മോൾസ് കാണാനാണ് പറഞ്ഞത്. റെഡി അല്ലേടാ? സോ ആറ്റത്തിന്റെ കേസിൽ നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് GAM ന് ഈക്വൽ. സോ നമ്മൾ നമ്പർ ഓഫ് GAM കണ്ടു, എന്നിട്ട് എന്ത് ചെയ്തു? അത് നമ്പർ ഓഫ് മോൾസ് ആക്കിയിട്ട് എഴുതി. ഇതവിടെ ചെയ്തത്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മോളിക്യൂൾ തന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്പർ ഓഫ് മോൾസ് ചോദിച്ചിട്ടുള്ളത്. സോ മോളിക്യൂൾസിന്റെ കേസിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് GM ആണ്. സോ നമ്മൾ നമ്പർ ഓഫ് GM കാണുമ്പോൾ എന്നിട്ട് അതെന്താന്ന് പറയുന്നു? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നു. ഇതാ ചെയ്തിട്ടുള്ളത്. സോ കണക്ട് ചെയ്യാൻ പറ്റണം. ഈ റിലേഷൻഷിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 5-6 ഇക്വേഷനും കൂടെ നമ്മൾ അധികം പഠിക്കേണ്ടി വരും. വെറുതെ എന്തിനാ നമ്മൾ മെനക്കെടുന്നത്? വല്ല കാര്യമുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഇതിങ്ങനെ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ലേടാ. ആ സാധനങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർ, ചില ടീച്ചേഴ്സ് അങ്ങനെയല്ല പറഞ്ഞുതരാ. കുറച്ചധികം ഇക്വേഷൻസ് പറഞ്ഞുതരാം. ഒരു 10-15 ഇക്വേഷൻസ്. ഒരു 2 പ്രോബ്ലം കൂടി നമ്മൾ ഇക്വേഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ ഹിയർ. ആദ്യത്തെ പ്രോബ്ലം 112 ലിറ്റർ SO2 ഗ്യാസ് STP യിൽ തന്നിട്ടുണ്ട്. 112 liter of SO2 gas at STP is given. Sub question A, find out the number of moles. Sub question B, find out the mass of the gas. Question clear ആണോ മക്കളെ? 112 ലിറ്റർ SO2 ഗ്യാസ് തന്നിട്ടുണ്ട്.
നമ്പർ ഓഫ് മോൾസ് കാണണം, മോൾ എണ്ണം കാണണം, അതുപോലെ തന്നെ മാസ് കാണണം. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞത് എന്താ, നന്നായിട്ട് വായിക്കണം, എന്നിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചിടണം. സോ 112 ലിറ്റർ ഓഫ് SO2 അത് ഇമ്പോർട്ടന്റ് ആണ്. കാണേണ്ടത് ആദ്യം നമ്പർ ഓഫ് മോൾസ് ആണ്, ദെൻ കാണേണ്ടത് മാസ് ഓഫ് ദി ഗ്യാസ് ആണ്. ക്ലിയർ അല്ലേ? സോ 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ ഹിയർ. സി, നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? given volume at STP divided by 22.4 liter അല്ലേ? STP യുടെ തന്നിരിക്കുന്ന വ്യാപ്തം, STP യിൽ തന്നിരിക്കുന്ന വ്യാപ്തം റെഡി ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ അല്ലേ? ആ ഇക്വേഷൻ വെച്ച് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിച്ച് നോക്കി. കഴിയും. എന്തുകൊണ്ടാ ഇവിടെ 112 ലിറ്റർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളത് എന്താ മക്കളെ? തന്നിട്ടുള്ളത് വ്യാപ്താണ്, തന്നിട്ടുള്ളത് വോള്യാണ്, തന്നിട്ടുള്ളത് STP യിലെ വോള്യാണ്, തന്നിട്ടുള്ളത് STP യിലെ വ്യാപ്താണ്. സോ ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗൈൻ. ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ ഹിയർ. We have 112 liter of SO2 gas at STP and we are asked to find out the number of moles and mass of the gas. Okay, 112 ലിറ്റർ SO2 വാതകത്തിലുള്ള മോൾ എണ്ണവും അതുപോലെ തന്നെ അതിന്റെ മാസുമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കണ്ടെത്തേണ്ടത്. റെഡി അല്ലേ? മോൾ എണ്ണം കാണാൻ, നമ്പർ ഓഫ് മോൾസ് കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഗിവൺ വോളിയം അറ്റ് STP ബൈ 22.4 ലിറ്റർ ആണ്. ഓക്കെ, STP യിലെ തന്നിരിക്കുന്ന വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ മക്കളെ. സോ STP യുടെ വ്യാപ്തം തന്നിട്ടുണ്ട്. സോ ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സോ ഇക്വേഷൻ ഞാൻ എഴുതുന്നു. നമ്പർ ഓഫ് moles is equal to given volume at STP, ഇത് ലിറ്ററിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഓക്കെ, മോൾ എണ്ണം സമം തന്നിരിക്കുന്ന STP യിലെ വ്യാപ്തം ബൈ 22.4 ലിറ്റർ. എത്രയാണ് മക്കളെ? ഗിവൺ വോളിയം അറ്റ് STP 112 ലിറ്റർ ആണ്. റെഡി ആണല്ലോ? എത്രയാണ്? 112 ലിറ്റർ ആണ്. 112 ലിറ്റർ. ഓക്കെ, ബൈ 22.4 ലിറ്റർ. ഓക്കെ, ലിറ്ററും വെട്ടി പോകും. ബാക്കി എന്താ മക്കളെ ഉണ്ടാവുക? 112 ബൈ 22.4. ഇത് എത്രയും കിട്ടുക? ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 എന്ന് ഉത്തരം കിട്ടും, 5 എന്ന് ഉത്തരം കിട്ടും. എന്താ കിട്ടുക മക്കളെ? 5 എന്ന് ഉത്തരം കിട്ടും. റെഡി അല്ലേ? റെഡി അല്ലേടാ? ഒന്ന് ഉത്തരം ശരിയാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതും നമ്മൾ കുടിച്ചിട്ടുണ്ടല്ലേ കിട്ടുന്നത് നോക്കിയാൽ പോലെയാണ്. സോ 5 × 22.4 ചെയ്ത് നോക്കുക, ആൻസർ 112 കിട്ടും. ഓക്കെ അല്ലേ? സോ 5 മോൾ. ഓക്കെ, 5 മോൾ എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി മക്കളെ? ആൻസർ ആയിട്ട് കിട്ടും. റെഡി? ഇനി സബ് ക്വസ്റ്റ്യൻ ബി ആയിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? സബ് ക്വസ്റ്റ്യൻ എ ആണ് നമ്മൾ ചെയ്യുന്നത്. സബ് ക്വസ്റ്റ്യൻ ബിയിൽ എന്താ മക്കളെ കാണേണ്ടത്? ഫൈൻഡ് ഔട്ട് ദി മാസ് ഓഫ് ദി കോമ്പൗണ്ട്. സോ മാസ് ആണ് എന്ത് ചെയ്യേണ്ടത് മക്കളെ? നമ്മൾ കാണേണ്ടത്. മാസ് കാണാൻ വേണ്ടി 2 ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദി ഇക്വേഷൻസ്? Mass is equal to number of GAM into GAM. Mass is equal to number of GMM into GMM. Ready അല്ലേടാ? റെഡി അല്ലേ? GAMകളുടെ എണ്ണത്തിനെ GAM കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലും GMMകളുടെ എണ്ണത്തിനെ GMM കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലും നമുക്ക് മാസ് കിട്ടും. റെഡി അല്ലേ? ഇതിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് മക്കളെ? ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? SO2 എന്ന് പറയുന്നത് മോളിക്യൂൾ അല്ലേ, തന്മാത്ര അല്ലേ? സോ തന്മാത്രയുടെ മാസ് അല്ലേ നമ്മൾ കാണേണ്ടത്? മോളിക്യൂളിന്റെ മാസ് അല്ലേ നമ്മൾ കാണേണ്ടത്? മോളിക്യൂളിന്റെ മാസ് കാണാൻ, തന്മാത്രയുടെ മാസ് കാണാൻ ഏത് ഇക്വേഷൻ മക്കളെ ഉപയോഗിക്കേണ്ടത്? ഞാൻ പറഞ്ഞതാണ്, രണ്ടാമത്തെ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് GMM into GMM. റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേടാ? റെഡി അല്ലേ? ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗൈൻ. മാസ് കാണാൻ ഈ ഇക്വേഷൻ ഉണ്ട്, നമ്പർ ഓഫ് GAM into GAM എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. റെഡി? ഇവിടെ SO2 എന്ന് പറയുന്നത് തന്മാത്രയാണ്. സോ തന്മാത്രയുടെ മാസാണ് നമുക്ക് കാണേണ്ടത്, മോളിക്യൂളിന്റെ മാസാണ് കാണേണ്ടത്. മോളിക്യൂളിന്റെ മാസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. റെഡി? ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ ഫൈൻഡിംഗ് ഔട്ട് ദി മാസ് ഓഫ് മോളിക്യൂൾ. നമ്മൾ പറഞ്ഞതാ. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാണാൻ. റെഡി അല്ലേ? സോ നമ്പർ ഓഫ് GMM എത്രയായിരിക്കും? നമ്പർ ഓഫ് മോൾ 5 ആണ്. Number of mole is equal to number of GMM. Remember that. Okay, number of mole, number of GMM is equal to. So number of mole 5 ആയിരിക്കും, number of GMM 5 ആണ്. So 5 into എന്താ മക്കളെ വരിക? GMM. Okay, എന്തിന്റെ GMM? SO2 ന്റെ സബ്സ്റ്റൻസ്, SO2 ന്റെ GMM കാണണം. എങ്ങനെ SO2 ന്റെ GMM കാണാം? അതൊന്ന് സൈഡിൽ എന്തെങ്കിലും കണ്ടോളാ. SO2. Okay, സൾഫർ എത്ര മക്കളെ വരിക? 1 into 32 വരും. Okay, ഓക്സിജൻ 2 ഉണ്ട്, അപ്പോൾ 2 into 16 32 വരും. Okay, so SO2 ന്റെ എന്താ മക്കളെ വരിക? 32 plus 32 എത്ര വരിക മക്കളെ? 64 എന്നാണ് മോളിക്യുലർ മാസ് വരിക. അതിനെ കൊണ്ട് GMM എത്ര മക്കളെ വരിക?
GMM വരിക 64 gram എന്നാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ് കേട്ടോ. അതിനെക്കൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നില്ല. സോ SO2 ന്റെ GMM നമുക്ക് 64 gram എന്ന് കിട്ടും. സോ 5 into 64 gram എത്ര മക്കളെ ആൻസർ വരിക? എത്ര ആൻസർ വരികയാണ്? എത്ര ആൻസർ വരിക? ആൻസർ 320 gram എന്ന് വരും. എത്ര മക്കളെ വരിക? 320 gram എന്ന് വരും. എത്രയും വരികടാ? 320 gram. പ്രയാസമൊന്നും ഇല്ലാലോ മക്കളെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ മക്കളെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ചെയ്ത് നോക്കണോ? 5 into 4 എത്ര മക്കളെ വരിക? 5 into 4 എത്ര വരിക? 20 അല്ലേ? 0 നമ്മൾ ഇവിടെ കൊടുക്കുന്നു. 5 into 6 എത്ര വരിക? 30. മറ്റേ 2 കൂടെ ആഡ് ചെയ്ത് 32. അപ്പോൾ 320 320 gram ആണ് എന്ത് മക്കളെ ഇതിന്റെ മാസ് വരിക. ക്ലിയർ അല്ലേ? സോ ഐ വിൽ റിപ്പീറ്റ് once again. All of you please listen here. 112 liter of SO2 gas at STP is given. Ready alle? We are asked to find out the number of moles and mass of the gas. Okay, 112 liter SO2 തന്നിട്ട് മോൾ എണ്ണവും അതുപോലെ തന്നെ മാസും ആണ് നമ്മളോട് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു മക്കളെ? ആദ്യം നമ്മൾ മോൾ എണ്ണം കാണുന്നു, നമ്പർ ഓഫ് മോൾസ് കാണുന്നു. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഗിവൺ വോളിയം അറ്റ് STP by 22.4 ലിറ്റർ. സോ നമ്പർ ഓഫ് മോൾസ്, മോൾ എണ്ണം 5 കിട്ടുന്നു. മോൾ എണ്ണം 5 ആയതുകൊണ്ട് നമ്പർ ഓഫ് GMM എന്തായിരിക്കും? 5 ആയിരിക്കും. സോ മാസ് നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് കാണുന്നു. ആൻസർ 320 gram എന്ന് നമുക്ക് കിട്ടുന്നു. പ്രയാസമില്ല മക്കളെ. എന്നാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചെറിയൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. അതിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടി പോകും കേട്ടോ. 320 ഗ്രാമിലേക്ക് നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നത്, അതുപോലെ 640 gram ആക്കുന്നുണ്ട്. Okay, so 640 gram of SO2 gas at STP is given. Okay, find out the number of moles, find out the volume. These are the two questions. Okay, all of you please listen. 640 gram SO2 തന്നിട്ടുണ്ട്. റെഡി അല്ലേടാ? നമ്പർ ഓഫ് മോൾസ് നമ്മൾ കാണണം, അതുപോലെ തന്നെ എന്തും കാണണം മക്കളെ? വോളിയവും കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ. Okay, I will explain once again. 640 gram of SO2 gas is given. We are asked to find out the number of moles and volume. 640 gram SO2 തന്നിട്ടുണ്ട്. മോൾ എണ്ണവും അതുപോലെ തന്നെ വ്യാപ്തവും കാണാനാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സപ്പോസ് A ചെയ്ത് പോവാം. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് അല്ലേ മക്കളെ കാണാൻ വേണ്ടി പറഞ്ഞത്. സോ നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാം? പറഞ്ഞുതരാം. നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വോളിയം തരണ്ടേടാ. അവിടെ വോളിയാണ് തന്നത്? നോ, ഇവിടെ തന്നത് മാസാണ്. 640 gram എന്താ പറഞ്ഞിട്ടുള്ളത്? സോ മാസാണ് തന്നിട്ടുള്ളത്. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂല. ഒരുപാട് പ്രാവശ്യം ഞാനത് പറഞ്ഞു കേട്ടോ. ക്ലിയർ ആയി വിചാരിക്കുകയാണ്. സി ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെ നമ്പർ ഓഫ് മോൾസ് കാണാൻ കഴിയൂല. വൈ? വോളിയം തന്നാലാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുക. ഇതേപോലെ ലിറ്ററിൽ തരണം. ഓക്കെ, ഇവിടെ മാസാ തന്നിട്ടുള്ളത്, ഗ്രാമിലാ തന്നിട്ടുള്ളത്. സോ ഈ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റൂല. സോ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആലോചിക്കുക. എന്താ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്? പകരം മാർഗം ആലോചിക്കുക. എന്താ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്? എന്താ മക്കളെ പറഞ്ഞതാ? SO2 എന്ന് പറയുന്നത് തന്മാത്രയാണ്, മോളിക്യൂളാണ്. മോളിക്യൂളിന്റെ കേസിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് GMM ഈക്വൽ ആണ്. നമ്മൾ പറഞ്ഞതല്ലേ, മുമ്പ് പ്രോബ്ലം ചെയ്തതല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് GMM കാണുന്നു. റെഡി ആണോ? ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗൈൻ. SO2 പറഞ്ഞാൽ തന്മാത്രയാണ്. തന്മാത്രയുടെ കേസിൽ മോൾ എണ്ണം എന്ന് പറയുന്നത് GMMകളുടെ എണ്ണത്തിന് തുല്യമാണ്. സോ GMMകളുടെ എണ്ണം കണ്ടിട്ട് അത് മോൾ എണ്ണം എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. സോ നമ്മൾ എന്ത് കാണുന്നു മക്കളെ? GMMകളുടെ എണ്ണം കാണുന്നു, അല്ലെങ്കിൽ നമ്പർ ഓഫ് GMM കാണുന്നു. സോ നമ്പർ ഓഫ് GMM is equal to what is the equation? Given mass by, come on everybody, come on, given mass in gram, അല്ലേ, divided by GMM. Okay, given mass എത്രയാണ് മക്കളെ? Given mass is 640 gram as you can see. 640 gram ആണ് given mass, divided by GMM എത്രയാണ്? SO2 അല്ലേ സബ്സ്റ്റൻസ്. ഞാൻ വീണ്ടും ചെയ്യേണ്ടല്ലോ മക്കളെ. മാസ് എത്രയാണ് മക്കളെ? 64 gram. GMM എത്രയാണ്? 64 gram. So listen, given mass is 640 gram and GMM is 64 gram. തന്നിരിക്കുന്ന മാസ് 640 gram ആണ്. GMM 64 gram ആണ്. സോ ഗ്രാമും ക്യാൻസൽ ചെയ്യുന്നു. 640/64. ആൻസർ എത്രയാണ് മക്കളെ വരിക? ആൻസർ എത്രയാണ് വരിക? 10 എന്നാണ് വരിക. എന്താ വരിക? 10. സോ നമ്പർ ഓഫ് GMM എന്ത് കിട്ടി? 10 കിട്ടി. Therefore number of moles എന്തായിരിക്കും? Number of moles also is 10. Okay, number of moles എന്തായിരിക്കും മക്കളെ?
10 ആയിരിക്കും. Number of GMM is equal to number of moles. We know that. So number of GMM is 10, number of moles is also 10. Okay alle? Now we are going to the sub question B. Find out the volume of this gas. Okay. So volume കാണാൻ ഒരു equation ഉണ്ട്. What is the equation? നമ്മൾ ഈ equation rearrange ചെയ്തിട്ട് ഒരു equation ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. What is it? എന്തായിരുന്നു മക്കളെ? Volume is equal to, I hope you remember that. Okay, volume is equal to number of moles into 22.4 liter. Volume is equal to number of moles into 22.4 liter. Number of moles is 10 into 22.4 liter. 10 into 22.4 liter. എത്രയാണ് മക്കളെ ആൻസർ? എത്രയാടാ ഈ പോയിന്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നല്ലേ സംഭവം ചെയ്യാ. പോയിന്റ് ഇപ്പുറത്തേക്ക് ആവുകയല്ലേ ചെയ്യുക. അതൊക്കെ നിങ്ങൾ പഠിച്ചത് സിമ്പിൾ മാത്തമാറ്റിക്സ് കേട്ടോ, ചെറിയ കണക്കുകളൊക്കെ. 10 into 22.4 ലിറ്റർ ആൻസർ വിൽ ബി 224 ലിറ്റർ. എത്രയാ മക്കളെ? 224 ലിറ്റർ. സോ ദി വോളിയം ഓഫ് ദിസ് ഗ്യാസ് ഈസ് 224 ലിറ്റർ. ഓക്കേ അല്ലേ മക്കളെ? സോ ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് അഗൈൻ. ലിസൺ, 640 gram SO2 is given. നമ്പർ ഓഫ് മോൾസും വോളിയം കാണണം കേട്ടോ. മോൾ എണ്ണവും കാണണം, വ്യാപ്തവും കാണണം. സോ നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂല, കാരണം വോളിയം തന്നിട്ടില്ല, വ്യാപ്തം തന്നിട്ടില്ല. സോ നമ്മൾ നമ്പർ ഓഫ് GMM കാണുന്നു, അത് നമ്പർ ഓഫ് മോളിന് ഈക്വൽ ആണ് നമുക്കറിയാം. ദെൻ നമ്പർ ഓഫ് മോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതും. ഓക്കെ അല്ലേ? ദെൻ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വോളിയം കാണുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? യെസ്. അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ ചെറിയൊരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. ഇത് അവോഗാഡ്രോസ് ലോ ആയിട്ട് കണക്ട് ചെയ്തൊരു കാര്യമാണ്. ആക്ച്വലി അവോഗാഡ്രോ നിയമം പറയുന്ന സമയത്ത് പറയേണ്ടതായിരുന്നു, പക്ഷെ ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പറയാണ്ട് അവസാനത്തേക്ക് മാറ്റി വെച്ചതാണ്. ആക്ച്വലി ഇത് ടെക്സ്റ്റ് ബുക്കിലില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ കാണൂല കേട്ടോ. ഒരു വഴിക്ക് പോവല്ലേ, അറിഞ്ഞു വെക്കുന്നത് നല്ലല്ലേ എന്ന് വിചാരിച്ചിട്ട് മാത്രം നമ്മൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ സംഭവം എന്ന് അറിയാം മക്കളെ? അവോഗാഡ്രോസ് ലോ നമുക്ക് വേറൊരു രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാം. ദർ ഇസ് എ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോർ അവോഗാഡ്രോസ് ലോ. അവോഗാഡ്രോ നിയമത്തിന് മറ്റൊരു പ്രസ്താവന ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചത് എന്താണ്? വാട്ട് ഈസ് അവോഗാഡ്രോസ് ലോ? അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾ. താപനിലയും മർദ്ദവും സ്ഥിരമായി നിൽക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവനയല്ലേ നമ്മൾ പഠിച്ചത്? ഈ സ്റ്റേറ്റ്മെന്റ് അല്ലേ നമ്മൾ പഠിച്ചത്? ഓക്കെ, അതിന്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ അവോഗാഡ്രോസ് ലോക്ക് ഉണ്ട്, ഒരു പ്രസ്താവനയും കൂടെ അവോഗാഡ്രോസ് ലോക്ക് ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ എഴുതിയിട്ടുണ്ട്. മറ്റത് പോലെ തന്നെയാണ് തുടങ്ങുന്നത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ തുല്യ വ്യാപ്തത്തിലുള്ള വാതക തന്മാത്രകളുടെ എണ്ണവും എന്തായിരിക്കും? തുല്യമായിരിക്കും. തുല്യ വ്യാപ്തത്തിലുള്ള വാതകങ്ങളിലെ തന്മാത്രകളുടെ എണ്ണവും എന്തായിരിക്കും മക്കളെ? തുല്യമായിരിക്കും. അല്ലെങ്കിൽ തുല്യ വ്യാപ്തത്തിലുള്ള വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണവും എന്തായിരിക്കും മക്കളെ? തുല്യമായിരിക്കും. ഓക്കെ, തുല്യ വ്യാപ്തത്തിലുള്ള വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണവും എന്തായിരിക്കും? തുല്യമായിരിക്കും. പ്രയാസമൊന്നും ഇല്ലാലോ, ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ മക്കളെ. ഇതെന്താന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് വിശദീകരിക്കാം. ശ്രദ്ധിച്ചോളണേ. ഇപ്പൊ നോക്കുക, നമ്മുടെ മുമ്പിൽ ഇപ്പൊ 2 പെട്ടി ഉണ്ട് എന്ന് വിചാരിക്കുക. 2 എന്തുണ്ട് മക്കളെ? ബോക്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. രണ്ടിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വാതകം നിറച്ചിട്ടുണ്ട്. ഓക്കെ, ഒരിടത്ത് ഓക്സിജൻ വാതകമാണ് നിറച്ചിട്ടുള്ളത്, ഒരിടത്ത് ഹൈഡ്രജൻ വാതകമാണ് നിറച്ചിട്ടുള്ളത് വിചാരിച്ചു. ഓക്കെ, all of you please listen here. We have 2 boxes. 2 എന്തുണ്ട് മക്കളെ? ബോക്സസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഓക്സിജൻ ഗ്യാസ് ആണ് ഫിൽ ചെയ്തിട്ടുള്ളത്, ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഫിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ 2 ഗ്യാസും ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലുമാണെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്, താപനിലയും മർദ്ദവും സ്ഥിരമാണ്. ഒരു ബോക്സിൽ നമ്മൾ ഓക്സിജൻ ഗ്യാസ് എടുത്തിട്ടുണ്ട്, മറ്റൊരു സ്ഥലത്ത് ഹൈഡ്രജൻ ഗ്യാസ് എടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേടാ? ഇനി നമ്മൾ എന്ത് പറയാണ്? ഈ 2 ഗ്യാസിന്റെയും വോളിയം ഈക്വൽ ആണെന്ന് പറയാണ്. ഓക്കെ, ഈ 2 ഗ്യാസിന്റെയും വ്യാപ്തം തുല്യമാണെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തും പറയാം മക്കളെ? ഇതിന്റെ അകത്തുള്ള തന്മാത്രകളുടെ എണ്ണവും തുല്യമാണെന്ന് പറയാം. അത്രയേ ഉള്ളൂ കാര്യം. I will explain once again. All of you please listen. താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ കയ്യിൽ 2 വാതകങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു കണ്ടെയ്നറിൽ ഓക്സിജൻ ഗ്യാസ് ഉണ്ട്, മറ്റേ കണ്ടെയ്നറിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്. ഓക്കെ, രണ്ടിന്റെയും വോളിയം ഈക്വൽ ആണ്, രണ്ടിന്റെയും
വ്യാപ്തം തുല്യമാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിന് എന്തും തുല്യമായിരിക്കും? തന്മാത്രകളുടെ എണ്ണം നമ്പർ ഓഫ് മോളിക്യൂൾസും ഈക്വൽ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഇതിന്റെ വോളിയം 10 ലിറ്റർ ആണ്, ഇതിന്റെതും 10 ലിറ്റർ ആണ്. ഓക്കെ, അപ്പൊ വോളിയം എന്താണ് മക്കളെ? ഈക്വൽ ആണെന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തും ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസും ഈക്വൽ ആയിരിക്കും. ഹോപ്പ് യു ഗോട്ട് ദി പോയിന്റ്. I will repeat once again, all of you please listen here. We are discussing about a second statement for Avogadro's law, which is at a constant temperature and pressure, equal volumes of all gases contains equal number of molecules. Okay, താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ തുല്യ വ്യാപ്തത്തിലുള്ള വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണവും തുല്യമായിരിക്കും. അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ 2 ഗ്യാസ് ഉണ്ട് എന്ന് വിചാരിക്കുക. വോളിയം ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, താപനിലയും മർദ്ദവും സ്ഥിരമാക്കി വെച്ചിട്ട് 2 വാതകം ഉണ്ട് എന്ന് വിചാരിക്കുക. വാതകത്തിന് വ്യാപ്തം തുല്യമാണെങ്കിൽ എന്തും തുല്യമായിരിക്കും മക്കളെ? അതിലുള്ള തന്മാത്രകളുടെ എണ്ണവും തുല്യമായിരിക്കും. ഓക്കെ, ഈക്വൽ വോളിയം ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മക്കളെ? ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾ. ഓക്കെ, തുല്യ വ്യാപ്തത്തിലുള്ള വാതകത്തിലെ തന്മാത്രകളുടെ എണ്ണവും എന്തായിരിക്കും മക്കളെ? തുല്യമായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈക്വൽ വോളിയം ആണോ? ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. തുല്യ വ്യാപ്താണോ? തുല്യ തന്മാത്രകളുടെ എണ്ണമായിരിക്കും. ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഇപ്പൊ തൽക്കാലം ആലോചിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളെ ടെക്സ്റ്റിൽ പറയുന്നേ ഇല്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചതാണ് ഞാൻ കേട്ടോ. ടെക്സ്റ്റിൽ പറയുന്നേ ഇല്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ നോക്കി നിങ്ങൾ കാണുകയില്ല. സോ യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് ദിസ്. ഓക്കെ, ഇത് എങ്ങനെയാണ് വന്നത് എന്ന് നിങ്ങളോട് ചോദിക്കാനേ പോകുന്നില്ല. ജസ്റ്റ് അവോഗാഡ്രോസ് ലോന്റെ രണ്ടാമത്തെ ഒരു പ്രസ്താവന ഉണ്ട്. അത് ഇതാണ്: അവോഗാഡ്രോസ് ലോ നമുക്ക് ഇങ്ങനെയും സ്റ്റേറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇത് എങ്ങനെയാ വന്നതെന്നുള്ളത് നിങ്ങൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിലൊക്കെ പഠിച്ചോളൂ. ഓക്കെ, നൗ ലീവ് ദാറ്റ് കേട്ടോ. ഒരു സൈഡിലേക്ക് അത് മാറ്റി വെക്കുക. ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ലെറ്റസ് അസസ് എന്നുള്ള സെക്ഷനിൽ, വിലയിരുത്താന്നുള്ള സെക്ഷനിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇത് ചെയ്യണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടൈപ്പ് ചോദ്യമാണ്. എടാ, ഇത് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കഷ്ടപ്പെട്ടിട്ട് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞു തന്നിട്ടുള്ളത്. സോ എളുപ്പമാണ് മക്കളെ, എളുപ്പമാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തുടങ്ങുന്നത്? ഞാൻ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. ദീസ് ഗ്യാസസ് ആർ ഇൻ ദി സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഈ വാതകങ്ങളൊക്കെ ഒരേ താപനിലയിലും ഒരേ മർദ്ദത്തിലാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കോൺസ്റ്റന്റ് ആണ്? ടിയും പിയും കോൺസ്റ്റന്റ് ആണ്. താപനിലയും മർദ്ദവും എന്താണ് മക്കളെ? കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സി, നമ്മളിപ്പോ പഠിച്ച കാര്യം യൂസ് ചെയ്തിട്ട് ഈ ചോദ്യം ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഈ ചോദ്യത്തിന്റെ തുടക്കത്തിൽ എന്തുണ്ടാവും? ഒരു പാരഗ്രാഫ് ഉണ്ടാവും. ആ പാരഗ്രാഫിൽ ക്ലിയർ ആയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? താപനിലയും മർദ്ദവും ഒരുപോലെയാണ്, അല്ലെങ്കിൽ താപനിലയും മർദ്ദവും സ്ഥിരമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. അപ്പോഴേ നിങ്ങളെ മനസ്സിൽ എന്ത് കത്തണം? ഇഫ് യു ആർ സീയിങ് ദാറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് കോൺസ്റ്റന്റ്, അപ്പോഴേ നിങ്ങളെ മനസ്സിലേക്ക് എന്ത് വരണം? ഇത് അവോഗാഡ്രോസ് ലോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലേക്ക് വരണം. ക്ലിയർ അല്ലേടാ? സോ അവോഗാഡ്രോസ് ലോയുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? വോളിയം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. വ്യാപ്തം തുല്യമാണെങ്കിൽ തന്മാത്രകളുടെ എണ്ണം എന്തായിരിക്കും മക്കളെ? തുല്യമായിരിക്കും. റെഡി അല്ലേ? റെഡി അല്ലേടാ? ഇവിടെ നോക്കി കുറെ വാതകങ്ങളുണ്ട്, കുറെ വാതകങ്ങളുണ്ട്. അതിന്റെ വ്യാപ്തം വോളിയം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ നോക്കി, വ്യാപ്തം തുല്യമാണെങ്കിൽ എന്ത് തുല്യമായിരിക്കും? തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. ഇതല്ലേ നമ്മുടെ പോയിന്റ്? നിങ്ങൾ ഇവിടെ നോക്കിയടാ, ഇവിടെ നോക്കി, ഇവിടെ ഒരു റോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. നൈട്രജന്റെ വോളിയം എത്രയാണ്? വ്യാപ്തം എത്രയാണ്? 10 ലിറ്റർ ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താണ് മക്കളെ? എക്സ് ആണ്. തന്മാത്രകളുടെ എണ്ണം എന്താണ്? എക്സ് ആണ്. ബാക്കി ഇവിടെ 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 എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇങ്ങനെ ഫില്ല് ചെയ്യാം. നോക്കണേ, താപനിലയും മർദ്ദവും എന്താണ് മക്കളെ? സ്ഥിരമാണ്. ടിയും പിയും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ കോൺസ്റ്റന്റ് ആയി നിൽക്കുമ്പോ വോളിയം ഈക്വൽ ആണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾ ഈക്വൽ അല്ലേ? അതല്ലേ നമ്മൾ ഇവിടെ പഠിച്ചത്? വ്യാപ്തം തുല്യമാണെങ്കിൽ തന്മാത്രകളുടെ എണ്ണം തുല്യല്ല. അതല്ലേ നമ്മൾ ഇവിടെ പഠിച്ചത്? സോ ഇവിടെ 10 ലിറ്റർ ആണ്, അപ്പൊ തന്മാത്രകളുടെ എണ്ണം എക്സ് ആണ്. ഇവിടെ എല്ലായിടത്തും 10 ലിറ്റർ ആണെങ്കിൽ എല്ലായിടത്തും തന്മാത്രകളുടെ എണ്ണം എക്സ് ആവണ്ടേ? വ്യാപ്തം തുല്യമാണെങ്കിൽ തന്മാത്രകളുടെ എണ്ണം തുല്യമാവണ്ടേ? അപ്പൊ ഇവിടെ എല്ലായിടത്തും വ്യാപ്തം 10 ആയിരുന്നെങ്കിൽ ഇവിടെ എല്ലായിടത്തും തന്മാത്രകളുടെ എണ്ണം എന്താ ഉയരുന്നു? എക്സ് ആയി ഉയരുന്നു. ഓക്കെ, ഇവിടെ എല്ലായിടത്തും വോളിയം 10 ആയിരുന്നെങ്കിൽ ഇവിടെ എല്ലായിടത്തും നമ്പർ ഓഫ് മോളിക്യൂൾസ് എക്സ് ആയി ഉയരുന്നു. ബിക്കോസ് വോളിയം ഈക്വൽ ആവുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ ഓക്കെ, എന്നാ ഇവിടെ നോക്കിയാടാ, ഇവിടെ എന്താ വ്യത്യാസം?
ഇവിടെ 10 ആയിരുന്നെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾ എക്സ് ആവുകയായിരുന്നു. ഇവിടെ 10 അല്ല 5 ആണ്. 10 എങ്ങനെ 5 ആയത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴല്ലേ. സോ എന്ത് ചെയ്യാം? നമ്പർ ഓഫ് മോളിക്യൂൾ എന്ത് ചെയ്യാം മക്കളെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ മക്കളെ വരിക? x/2 വരും. സംഗതി മനസ്സിലായിട്ടുണ്ടോ? See we know that if volumes are equal, number of molecules will be equal. അല്ലേ? വ്യാപ്തം തുല്യമാണെങ്കിൽ തന്മാത്രകളുടെ എണ്ണം തുല്യമാണെന്നുള്ളത് നമുക്ക് അറിയില്ലേ മക്കളെ? സോ ഇവിടെ 10 ആയിരുന്നെങ്കിൽ ഇവിടെ ഇതേപോലെ x അല്ലേ വരിക? ഇവിടെ 10 അല്ല 5 എന്ന് പറഞ്ഞാൽ പകുതിയാണ് ഇവിടെ. അപ്പൊ ഇത് എന്താവും? പകുതിയാവും. x പകുതിയാവും പറഞ്ഞാൽ എന്താണ്? x/2 ആവും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നോക്കി, ഇവിടെ 10 ആണ് കേട്ടോ. ഇവിടെ 10 ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? തന്മാത്രകളുടെ എണ്ണം x ആയിരിക്കും. എളുപ്പത്തിൽ കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നോക്കി, തന്മാത്രകളുടെ എണ്ണം 2x ആണ്. തന്മാത്രകളുടെ എണ്ണം x ആയപ്പോ 10 അല്ലേ? അപ്പൊ 2x ആയപ്പോ എത്രയായിരിക്കും? x ന്റെ ഇരട്ടിയല്ലേ 2x? ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇരട്ടിയാക്കിയാൽ മതി. x ആവും 10 ആണ്. അപ്പൊ 2x ആവുമ്പോൾ എത്രയായിരിക്കും മക്കളെ? 20 ആയിരിക്കും. എത്രയായിരിക്കും? 20 ലിറ്റർ ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഏത് ഗ്യാസ് ലോ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ സോൾവ് ചെയ്തതെന്ന് എക്സാമിന് ചോദിക്കാം. ഏത് ഗ്യാസ് ലോ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്തത്? അവോഗാഡ്രോസ് ലോ യൂസ് ചെയ്തിട്ടാണ്. അതിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണെന്ന് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് അവോഗാഡ്രോസ് ലോ യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്തത് എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദി പോയിന്റ്. ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗൈൻ കേട്ടോ. നിർത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? ഒന്ന് അവസാനിപ്പിക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അവോഗാഡ്രോസ് ലോന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും. അത് നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ നമ്മൾ അവോഗാഡ്രോസ് ലോന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. ഓക്കെ, അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ തുല്യ വ്യാപ്തത്തിലുള്ള വാതകത്തിന്റെ തന്മാത്രകളുടെ എണ്ണവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം തുല്യമാണെന്നുണ്ടെങ്കിൽ തന്മാത്രകളുടെ എണ്ണം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ച കാര്യം. എക്സാമ്പിൾ ആയിട്ടൊക്കെ സാർ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ അല്ലേടാ? സോ ആ സാധനം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് വോളിയം ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ എല്ലായിടത്തും വോളിയം 10 ആണെങ്കിൽ എല്ലായിടത്തും നമ്പർ ഓഫ് മോളിക്യൂൾ x ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ളത് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ 10 ആവുകയാണെങ്കിൽ ഇവിടെയും x ആവുകയായിരുന്നു. പക്ഷെ ഇവിടെ 10 അല്ല 5 ആണ്. പകുതിയായിട്ടു. അപ്പൊ ഇവിടെ പകുതി ആക്കിയാൽ മതി. x/2 ആക്കിയാൽ മതി. ഇവിടെ 10 ആണ്. സോ ഇവിടെ x ആയിരിക്കും. ഇവിടെ 2x ആണ്. x ആവുമ്പോൾ 10 ആയിരിക്കും. 2x ആവുമ്പോൾ എന്തായിരിക്കും? 28. സോ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഇത് ഏത് ഗ്യാസ് ലോ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് അവോഗാഡ്രോസ് ലോ. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അല്ലേടാ? യെസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. As I said earlier, this is the last class of this chapter. Okay, let us assess എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. വിലയിരുത്താനുള്ള ചോദ്യങ്ങളുണ്ട്, തുടർ പ്രവർത്തനങ്ങളുണ്ട്. നിർബന്ധമായിട്ടും എല്ലാവരും സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? അത് ചെയ്യണം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. സോ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ചാപ്റ്റർ ആദ്യം മുഴുവൻ അങ്ങോട്ടേക്ക് പഠിക്കുക. എല്ലാതും അങ്ങോട്ടേക്ക് വൃത്തിയായിട്ട് പഠിക്കുക. എന്നിട്ട് വിലയിരുത്താന്നുള്ളതും തുടർ പ്രവർത്തനം ചെയ്യാൻ നിൽക്കുക. ലെക്ചർ അസസും എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസും ചെയ്യാൻ നിൽക്കുക. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞുതരും കേട്ടോ. അങ്ങനെ നിങ്ങളായിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. എന്നാലും നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ അല്ലേ? സോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ ഒരു എഫേർട്ട് ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു.